ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറ്റുന്ന പിക്ചേഴ്സൊക്കെ മൊമെൻറ്റ്സൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മൈ ബേബി. ഇഫ് അവൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് മൊമെൻറ്റ്സാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ചെന്നിട്ടുള്ള കുറച്ച് നമ്മളുടെ പ്രൈവറ്റ് സ്പേസ് എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഈ ഒരു എൻജോയ്മെൻറ്റ് മൊമെൻറ്റൊക്കെയാണ് ഞാൻ ഇതിനകത്ത് എടുത്തത്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ് ചെയ്തു. ഇത് ബർത്ത്ഡേ ഗേളാണ് കേട്ടോ ഇത്. അപ്പോൾ ചേച്ചീൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, പിന്നെ ബ്രദറുണ്ട്. അപ്പോൾ ബ്രദറും എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കഴിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്ത്. പിന്നെ ചേട്ടൻ ഓൾറെഡി ചേച്ചി ഗിഫ്റ്റ് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തു കഴിഞ്ഞ് സഡനായിട്ട് ചേട്ടൻ പോയിട്ട് ആ റൂമിൽ നിന്ന് വേറൊരു ഗിഫ്റ്റ് എടുത്തിട്ട് വന്നു. അപ്പോൾ ചേച്ചി അമ്മേൻ്റെ ചേച്ചി സർപ്രൈസ് ആയിപ്പോയി. പക്ഷേ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാണാം, ഈ എക്സ്പ്രഷൻ ഇട്ടത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ലൈക്ക് സർപ്രൈസ് ആയി, ബട്ട് ആ ഒരു എക്സ്പ്രസ്സിങ് അത് വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ഇതിടാൻ പറഞ്ഞു, ഫേസ് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഇട്ടൊരു ഇതാണ്. പിന്നെ ചേട്ടൻ ആ ഗിഫ്റ്റൊക്കെ തുറന്നു, ചേച്ചിക്ക് കയ്യിലിട്ട് കൊടുത്തു. നല്ലൊരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് അതും കൊടുത്തു. പിന്നെ അത് കൂടാണ്ട് എൻ്റെ കയ്യിൽ കേക്കായിരുന്നു. അപ്പം എൻ്റെ ഗിഫ്റ്റും ചേട്ടൻ തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഞാൻ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരുന്നിട്ട്. നല്ല സ്വിസ് കാസലിൻ്റെ കേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. പൊതുവെ എല്ലാവർക്കും ആ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേക്കിന് ഭയങ്കര അടിയാണ് അവിടെ. പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഒരു 4 സെറ്റ് ബ്രേസ്ലെറ്റിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. അതും ചേച്ചി കയ്യിലിട്ട ഉടനെ തന്നെ. പിന്നെ ബാക്കി ഞങ്ങൾ പോണതിന് മുന്നേ വന്ന എൻ്റെ ഒരു ചേച്ചി, വേറൊരു ചേച്ചിയുണ്ട്, ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലി കൊടുത്ത ഗിഫ്റ്റാണ്. പിന്നെ ചേച്ചി എനിക്ക് കാണിച്ചു തന്ന സാരി, നമ്മുടെ ഗുരുസ്വാമി അദ്ദേഹം കൊടുത്ത സാരിയും, പിന്നെ ആ ചേച്ചി കൊടുത്ത ഡ്രസ് മെറ്റീരിയലും. അപ്പോൾ അത് ചേച്ചി കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കഴിക്കാൻ എല്ലാ ഐറ്റംസും ഇങ്ങനെ ഇലയിൽ ഫസ്റ്റ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. മാങ്ങ, സാലഡ്, ദെൻ ഒരു ആലു കറി, കുറുമ ടൈപ്പ് ഒരു കറിയായിരുന്നു. കുറുമയല്ല, ഒരു കറി, സ്പെഷ്യൽ കറി, അതിനെന്താ പറയുക എനിക്കറിയില്ല. ഇപ്പച്ചി സെർവ് ചെയ്യുന്ന ആ കറിയാണ് കേട്ടോ. പിന്നെ അവിയൽ, തോരൻ, അങ്ങനെയൊക്കെ. റൈസ് സെർവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഒരു സെറ്റ് ആൾക്കാരിരുന്നു, പിന്നെയാണ് വേറൊരു സെറ്റ് ആൾക്കാരിരുന്നത്. അപ്പോൾ ഇതെല്ലാം ചേട്ടന്മാരും അവരുടെ കുട്ടികളൊക്കെ ആദ്യമായിരുന്നു. എൻ്റെ ഏട്ടനും ആദ്യമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇരുന്ന് കഴിഞ്ഞ് അവരുടെ കുറച്ച് ക്ലിപ്സ് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നെക്സ്റ്റ് ഞങ്ങളെല്ലാവരും ഇരുന്നു. ചേച്ചിയും ചേട്ടനും അപ്പോഴായിരുന്നു ഞങ്ങളുടെ കൂടെ. പിന്നെ ഞാനും നല്ല പരിപ്പും അവിയലും അച്ചാറും ഒക്കെ കൂട്ടി ഞാനങ്ങോട്ട് കഴിച്ചു. അപ്പോൾ എൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ കാണുന്നത് എനിക്കിഷ്ടമായി. അങ്ങനെ പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അത് ഓൾറെഡി കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ കൊടുക്കുമെന്ന്. അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ കൊടുപ്പാണിത്. വോളണ്ടറിലി അവർ കൊടുത്ത ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണി മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. അവരത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് സമയം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങി. പിന്നെ പ്രത്യേകിച്ച് ഔട്ട്ഡോർ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും പുറത്തോട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ കാറിൽ കയറി വന്നു. പിന്നെ മോൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയത് കാരണം എനിക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ ഞങ്ങളെല്ലാവരും ബായ് പറഞ്ഞ് പിരിഞ്ഞു. സോ ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, സീ യു.